ഹായ്, അപ്പൊ നമ്മളുടെ വാഹനത്തിന്റെ ഇയർലി പീരിയോഡിക്കൽ സർവീസ് സമയത്ത് ഇലക്ട്രിക്കൽ പാർട്സ് ചെക്ക് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പൊ ഇന്ന് നമുക്ക് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. ആദ്യം തന്നെ ചെക്ക് ചെയ്യേണ്ടത് ബാറ്ററിയാണ്. കാരണം ബാറ്ററിയുടെ കണക്റ്റിംഗ് പോയിന്റുകളിലെല്ലാം റസ്റ്റ് പിടിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പൊ ഈ കണക്ടർ പോയിന്റുകളെല്ലാം നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഈ ബാറ്ററിയിലൂടെ കറന്റ് കറക്റ്റ് ആയിട്ട് പാസ് ചെയ്യുകയും നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള ബ്രേക്ക് ഡൗൺസ് എല്ലാം ഒഴിവാക്കാനും ഇത് സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ വണ്ടികളിലെ ഹെഡ്ലൈറ്റ്, ഇൻഡിക്കേറ്റേഴ്സ്, ബ്രേക്ക്, പാർക്കിംഗ് ലൈറ്റ് ഇതെല്ലാം കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നില്ലേ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അനാവശ്യമായിട്ടുള്ള ആക്സിഡന്റ്സ് ഒക്കെ നമുക്ക് ഒഴിവാക്കാം. നിങ്ങളുടെ വണ്ടികളിലെ ഫ്രണ്ട് ഗ്ലാസ് മങ്ങിയിട്ടുണ്ടെങ്കിൽ അതിലൊരു റെയിൻ റിപ്പല്ലർ ക്ലീനിങ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഈ ഒരു ക്ലീനിങ്ങിൽ നമ്മുടെ ഗ്ലാസിങ്ങിലൊക്കെ ഒരു കോട്ടിംഗ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് മഴയൊക്കെ പെയ്യുമ്പോൾ വെള്ളം അതിൽ തങ്ങി നിൽക്കാണ്ട് തട്ടിത്തെറിച്ചു പോവാനും ഈ ഒരു ക്ലീനിങ് ഹെൽപ്ഫുൾ ആണ്. അപ്പൊ ഇത് ചെയ്യുന്നത് വഴി നമ്മുടെ ഗ്ലാസസ് എല്ലാം നമുക്ക് പെർഫെക്റ്റ് ആക്കി എടുക്കാനും സാധിക്കും. അതേപോലെ തന്നെ വിൻഷീൽഡ്, വൈപ്പേഴ്സ്, വാഷേഴ്സ് ഇതെല്ലാം കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും മഴയ്ക്ക് മുമ്പ് മാറ്റേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിനോടൊപ്പം വണ്ടികളിലെ ഹെഡ്ലൈറ്റ് ഗ്ലാസസ് കൂടി ഈ സർവീസിൽ പോളിഷ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി ക്ലാരിറ്റി നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ വണ്ടികളിലെ അണ്ടർ ബോഡീസ് കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും പെയിന്റ് കോട്ട് ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ്. കാരണം അതിലൊക്കെ റസ്റ്റ് പിടിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇയർലി പീരിയോഡിക്കൽ സർവീസ് സമയത്ത് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടിക്കും നിങ്ങൾക്കും ഒരേപോലെ ഗുണകരമാണ്. അപ്പൊ ഇതോടെ നമ്മുടെ നോസ് ടു പീരിയോഡിക്കൽ സർവീസ് സീരീസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. ടിൽ ദെൻ ബൈ ബൈ.